Hi everyone, welcome back to Chinnu's Taste Buds. ഇന്ന് ഞാൻ ചോക്ലേറ്റ് ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഫ്രൂട്ട് സാലഡ് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഇനി നമുക്ക് ആദ്യമേ കസ്റ്റേർഡ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ 1 ലിറ്റർ പാലിൽ നിന്ന് ഒരു 1/4 കപ്പ് പാല് നമുക്ക് ആദ്യമേ എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് വേണം ഈ ബാക്കിയുള്ള പാല് അടുപ്പിൽ വെക്കാനായിട്ട്. നമുക്ക് കസ്റ്റേർഡ് തയ്യാറാക്കാൻ വേണ്ടി ഉള്ളതാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം പാലിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിനിയൊന്ന് ചൂടായി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്തിന് നമുക്ക് ആദ്യമേ മാറ്റി വെച്ചിരിക്കുന്ന പാലിലേക്ക് കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിട്ടുള്ള പാലാണ്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റർഡ് പൗഡർ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് അതുകൂടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുമ്പോൾ നമ്മുടെ കസ്റ്റേർഡിന് നല്ല മധുരം ഉണ്ടാവും. നമ്മൾ നേരത്തെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കി പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കുറച്ചാണെങ്കിൽ ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ പാല് ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. ഇനി പാകത്തിന് ഇതിലേക്ക് നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ കസ്റ്റേർഡ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കസ്റ്റേർഡ് മിക്സ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കസ്റ്റേർഡിൽ മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊരുവിധം കുറുകി വരുന്ന പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഒരുവിധം പാകമായി വന്നിട്ടുണ്ട്. ഇത് അങ്ങനെ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ തന്നെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് ഒരു പാകത്തിനായിട്ടുണ്ട്. ഒരുപാട് കട്ടിയാവണം എന്നില്ല. ഈ ഒരു പാകത്തിന് നമുക്ക് തയ്യാറായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ കസ്റ്റേർഡ് ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറാൻ വേണ്ടി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ഒരുവിധം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഫ്രീസറിലേക്ക് വെക്കാം. ഇതൊരു 6 മണിക്കൂർ വരെയെങ്കിലും ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തലേ ദിവസം രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്താൽ കറക്റ്റ് പാകത്തിനായി കിട്ടും. ഇതിപ്പോൾ ഞാനൊരു 6 മണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ച്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഫ്രൂട്ട്സാണ്. ഞാനിവിടെ കുറച്ച് മാതളം, ആപ്പിൾ, ഷമാമിൻ്റെ പീസസുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മെൽറ്റഡ് ചോക്ലേറ്റ് കുറച്ച് പാൽ ഒഴിച്ച് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഫ്രൂട്ട് സാലഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 സെർവിങ് ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഏറ്റവും താഴെയായിട്ട് കുറച്ച് ജാം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജാം ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള ജാം എടുത്താൽ മതി. ഇനി അതിന് മുകളിലേക്ക് നമ്മുടെ കസ്റ്റേർഡ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സും ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാൻ. എനിക്കിവിടെ മാങ്ങ കിട്ടിയില്ല, അതുകൊണ്ട് കുറച്ച് ഷമാം പീസസാണ് ചേർത്തിട്ടുള്ളത്. മാങ്ങയും കുറച്ച് ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞാണെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ.
ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റഡ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി മെൽറ്റഡ് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ചോക്ലേറ്റ് സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതോടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ മടി കൂടാതെ കഴിച്ചോളും. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സിന് മുകളിലേക്ക് നമ്മൾ മെൽറ്റഡ് ചോക്ലേറ്റ് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ആ ഫ്രൂട്ട്സിന് ആ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതുമാണ്. പിന്നെ അതിന് മുകളിലേക്ക് വീണ്ടും കുറച്ചുകൂടെ കസ്റ്റേർഡ് ചേർത്ത് കൊടുക്കുക. വീണ്ടും കുറച്ചുകൂടെ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറേശ്ശെ കസ്റ്റേർഡും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് മെൽറ്റഡ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് ചെറീസ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്തിടാം. ചെറീസ് അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ആണെങ്കിലും ചേർത്താൽ മതി. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് മെൽറ്റഡ് ചോക്ലേറ്റും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഓരോ ചെറിയും കൂടെ വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഫ്രൂട്ട് സാലഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.